പരമ്പരാഗതമായി ന്യൂ ബോൺസിന് ഉപയോഗിക്കുന്ന കാജൽ കൺമഷി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. 28th ഡേ മുതലാണ് ബേബിക്ക് കാജൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കൺമഷി കെമിക്കൽസ് കലർന്നതിനാൽ ന്യൂ ബോൺസിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കും കുട്ടിക്കും വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാം. ഒരു മൺചട്ടി, ഒരു ഫ്രഷായിട്ടുള്ള ചെറുനാരങ്ങ, അത് വാടിയതുപോലെ ആയിരിക്കരുത്, നല്ല ലെമൺ യെല്ലോ തന്നെ ഉള്ളതായിരിക്കണം. ഒരു പീസ് കോട്ടൺ ക്ലോത്ത്, ഇത് ഞാൻ പുതിയ ക്ലോത്താണ്, അത് സ്റ്റാർച്ച് കളഞ്ഞിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. ഇത് തിരിയാക്കി കത്തിക്കാൻ വേണ്ടിയാണ്. പിന്നെ തുളസി, ഒരു പിടി തുളസി, ഇത് കഴുകി ഷെയ്ഡിലിട്ട് ഉണക്കിയതാണ്, ഡ്രൈ ആക്കിയതാണ്. ചിരാഗ്, എണ്ണ ഒഴിച്ച് കത്തിക്കാൻ വേണ്ട ചിരാഗ്, എള്ളെണ്ണയിലാണ് കത്തിക്കേണ്ടത്. ഇത് ഇതയം എള്ളെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഇത് സീൽഡാണ്, അതുകൊണ്ട് പേടിക്കാനേ ഇല്ല, ശുദ്ധമായ എള്ളെണ്ണയാണ്. പല പേരിലും എള്ളെണ്ണയുണ്ട്, അതൊന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ചിലപ്പോൾ അത് എണ്ണയേ ആയിരിക്കില്ല, വിളക്കെണ്ണ എല്ലാം പറഞ്ഞിട്ട് അതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇത് കൺമഷി എടുത്തു കഴിഞ്ഞാൽ ചാലിക്കാൻ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നാരങ്ങ പിഴിയുന്നത്, കിട്ടിയ പൊടി കൺമഷീൻ്റെ, അത് ഇട്ട് വെക്കാൻ ഒരു ചെറിയ ഡബ്ബി, ഇത് ചാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ കൺമഷി, അപ്പോഴപ്പോൾ ആവശ്യമുള്ളപ്പോൾ ചെയ്താൽ മതി. ചെറുനാരങ്ങ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കോട്ടൺ ക്ലോത്ത് ഇതിൽ മുക്കി ഉണക്കണം. ഈ ജ്യൂസ് തീരുന്നത് വരെ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ എത്ര പ്രാവശ്യമായാലും ഉണക്കണം. ഇത് വെയിലത്തല്ല, കുറച്ച് ഒരു ഷെയ്ഡിൽ തണലത്ത് വെച്ചിട്ട് ഉണക്കണം. ഇനി ഇത് ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് ഉണക്കിയ തുണിയാണ്. ഇത് 4 പ്രാവശ്യം വേണ്ടി വന്നു ആ ജ്യൂസ് കഴിയാൻ. വെയിലുള്ള ദിവസം തന്നെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ വെയിലൊട്ട് നേരിട്ട് തട്ടാനും പാടില്ല. ഷെയ്ഡിലിട്ടിട്ട് ഉണക്കി. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് തിരിയാക്കണം. വിളക്ക് കത്തിക്കുമ്പോൾ തിരിയാക്കുന്നത് പോലെ തിരിയാക്കിയിട്ട് വെക്കണം. തിരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എള്ളെണ്ണ ഒഴിക്കുക. ഇടക്കിടക്ക് നോക്കിയിട്ട് എണ്ണ തീരും തോറും ഒഴിച്ച് വെച്ച് കൊടുക്കണം. മുഴുവൻ തിരിയും കത്തിക്കഴിയണം. ഇനി ഇതിൻ്റെ ജ്യൂസ് ഈ ചട്ടിയിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കണം. ഞാൻ കുറച്ച് നേരത്തെ പറിച്ച് വെച്ചതുകൊണ്ട് നീരധികം വരുന്നില്ല. ചട്ടിയുടെ ഉള്ളു മുഴുവൻ തേച്ച് പിടിപ്പിക്കണം. പുതിയ ചട്ടി തന്നെയായിരിക്കണം ഉപയോഗിക്കുന്നത്. വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചത് എടുക്കാൻ പാടില്ല. ഇത് ഞാൻ പുതിയ ചട്ടി വാങ്ങി കഴുകി ഉണക്കി വെച്ചതാണ്. ജ്യൂസ് മുഴുവൻ ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ പേസ്റ്റാണ്. ഇനി കത്തിക്കുന്നത് കാണിച്ചു തരാം.
തിരി കത്തിച്ച് ചട്ടി ഇതേപോലെ കമഴ്ത്തണം. കമഴ്ത്തുമ്പോൾ കത്താൻ ഓക്സിജൻ കിട്ടണം. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യണം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് എണ്ണ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണം. കാജൽ റെഡിയായി. ഇതാ ഇതിനി മുഴുവൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ആവണക്കണ്ണയിൽ ചാലിച്ചിട്ട് എടുത്താൽ മതി. എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതാ കുറച്ച് ഒരു ഇതിൽ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വെക്കുക. ആവശ്യമുള്ളത് മാത്രം ഒരു തുള്ളിയേ വേണ്ടൂ. ഇത്ര മതിയാവും. ഇത് വേണ്ട കൺമഷി. അങ്ങനെ ആവശ്യമുള്ളത് ഒരു ചെറിയ ഡപ്പിൽ ചേർത്ത് വെക്കുക. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ആവണക്കെണ്ണ ഒരു തുള്ളി ഉറ്റിച്ചിട്ട് കണ്ണിലിടാം. ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു ബുക്കിൽ എഴുതി വെച്ചതോ ഒന്നുമല്ല, തലമുറയായി കൈമാറി വന്ന അറിവാണ്. പലർക്കും ഇന്ന് ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന്, ഇൻട്രസ്റ്റുള്ള കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.